Hi friends, Fayhas Kitchen and Vlogs വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു നല്ലൊരു ഇനം വെറൈറ്റി മാങ്ങയെ കുറിച്ചാണ്. അപ്പോൾ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഇനം വെറൈറ്റി മാങ്ങകളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പല പേരിൽ ഈ ഒരു വെറൈറ്റി അറിയപ്പെടുന്നുണ്ട്. ബനാന മാംഗോ, പിന്നെ അതുപോലെ തായ്ലാൻഡ് യെല്ലോ ബനാന മാംഗോ, പിന്നെ അതുപോലെ തന്നെ തായ് ബനാന മാംഗോ എന്ന പേരിലൊക്കെ ഈ ഒരു വെറൈറ്റി അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തായ്ലാൻഡ് തന്നെയാണ്. അതുകൊണ്ടാണ് തായ് ബനാന മാംഗോ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പാകമായ ഒരു മാമ്പഴത്തിന് ഏകദേശം 5 മുതൽ 7 ഇഞ്ച് വരെ ഇതിൻ്റെ നീളമുണ്ടാവും. അപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊരു ബനാനയുടെ ഒരു രൂപസാദൃശ്യം തോന്നുന്നത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. നല്ല ഫ്ലേവറാണ് ഇതിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല റിസൾട്ട് തരുന്ന, അതായത് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ നല്ല വെറൈറ്റി തൈകൾ, അതായത് ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള നല്ല നല്ല തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു വെറൈറ്റി തന്നെ ചോദിച്ചു വാങ്ങുക, തായ്ലാൻഡ് ബനാനോ മാംഗോ. വിത്ത് മുളപ്പിച്ച് ഇതിൽ നിന്ന് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വിത്ത് മുളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന തൈകൾക്ക് ചിലപ്പോൾ അതേ മാതൃഗുണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഈ ഒരു മാംഗോ പാകമായി പഴുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. തുടക്കത്തിൽ ഇത് പച്ച നിറത്തിലായിരിക്കും. പാകമാകുന്നതിനനുസരിച്ച് നല്ല യെല്ലോ കളറിലും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകക്കാമ്പും യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് തിക്നെസ് വളരെ കുറവാണ്. കട്ടി കുറഞ്ഞ ഇലകളായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാനുള്ള കഴിവും കൂടുതലാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാനുള്ളൊരു കഴിവ് ഇതിൻ്റെ ഇലകൾക്കുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടിയും ഈ ഒരു വെറൈറ്റിക്കുണ്ട്. പിന്നെ അതുപോലെ സാധാരണ എല്ലാ മാംഗോ ചെടികൾക്കും കൊടുക്കുന്ന വളം തന്നെ നമുക്കിതിന് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നമുക്കിതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുന്നേ പല വീഡിയോകളിലും നമ്മൾ വളപ്രയോഗം എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോസിലും നമ്മൾ മാങ്ങയെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടീൽ രീതിയെക്കുറിച്ചും പിന്നെ അതുപോലെ എന്തെല്ലാം വളങ്ങൾ ഏത് രീതിയിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിവുകൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ട്. അതിന് റെഡ് ബനാന മാംഗോ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു വെറൈറ്റിയും ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളത് രുചിയുമുള്ള ഒരു വെറൈറ്റിയാണ് തായ് റെഡ് ബനാന മാംഗോ. എന്തുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി മാങ്ങ തന്നെയാണ് തായ്ലാൻഡ് ബനാന മാംഗോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നല്ല തൈകൾ നോക്കി വാങ്ങി വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ തൈകൾ വാങ്ങുന്ന സമയത്ത് കടഭാഗം നല്ല വണ്ണമുള്ളതും നല്ല ആരോഗ്യമുള്ളതുമായിട്ടുള്ള തൈകൾ നോക്കി സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മണ്ണിടുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം തറവ് നിരപ്പിൽ നിന്നും മുകളിലായിട്ട് നിൽക്കണം. ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ താഴെയായിട്ട് വേണം മണ്ണ് നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് മണ്ണിട്ട് മൂടി പോകാൻ പാടില്ല ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ഭാഗം. അങ്ങനെ വരുമ്പോൾ അവിടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് പൂപ്പലൊക്കെ വന്ന് ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം വിലയുള്ള ഒരു മാങ്ങ തന്നെയാണ് ബനാന മാംഗോ. അപ്പോൾ ഈ മാംഗോ കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക. ഇപ്പോൾ പല വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ടുള്ളൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.